പെരുവന്താനം മണ്ഡലം INTUC-യുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം 35-ാം മൈലിൽ നടത്തി. ആശാ വർക്കർമാർ, ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ ഉൾപ്പെടെ 150ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഉമ്മൻചാണ്ടി കാരുണ്യ സ്പർശം എന്ന പേരിൽ കിറ്റ് വിതരണം നടത്തി. പുഷ്പാർച്ചനയോടെ സമ്മേളനം AICC അംഗം റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയെ അറിയാത്ത, മനസ്സിലാക്കാത്ത, അദ്ദേഹം ആരാണ്, എന്താണ്, പൊതുരംഗത്ത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് ഈ നാടിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തെ സമീപിക്കാത്ത ആളുകൾ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. ഏതെങ്കിലും ചെറിയതോ വലിയതോ ആയ ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാത്ത ആളുകൾ കേരളത്തിൽ വളരെ അപൂർവമേ കാണത്തുള്ളൂ. അദ്ദേഹത്തെ സമീപിച്ചാലുണ്ടാകാവുന്ന അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട്. സാധാരണ പൊതുപ്രവർത്തകരിൽ നിന്നെല്ലാം വളരെയേറെ വ്യത്യസ്തനാണ് അദ്ദേഹം. ഏത് ചെറിയ കാര്യമാണെങ്കിലും ഇനി വലിയ കാര്യമാണെങ്കിലും നമ്മുടെ ഒരു പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ താലൂക്കിലോ കളക്ടറേറ്റിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഓഫീസ് വഴി നടക്കേണ്ട കാര്യമാണെങ്കിലും ഇനി അതല്ല ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കേണ്ട കാര്യമാണെങ്കിലും അതുമല്ല ഈ രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളിലാണെങ്കിലും ഇതിനെല്ലാം വളരെ കൃത്യമായ പരിഹാരം അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ, പൊതുപ്രവർത്തകനെ ഈ രാജ്യത്ത് വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ഉമ്മൻചാണ്ടിക്ക് സമാനമായി കായകൽപ്പ അവാർഡ് നേടിയ പെരുവന്താനം പഞ്ചായത്ത് ഭരണസമിതിക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് നൽകി. നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 5ാം റാങ്ക് നേടിയ ചെൽസി എസ് തെരേസയ്ക്ക് യോഗം മൊമെന്റോ നൽകി ആദരിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് KR വിജയൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി VC ജോസഫ് വെട്ടിക്കാട്ട് സ്വാഗതം ആശംസിച്ചു. രാജാമാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സിറിയക് തോമസ്, PR അയ്യപ്പൻ, രാജു ബേബി, ജോർജ് കുറുമ്പുറം, TN മധുസൂദനൻ, ജോൺ B തോമസ്, KA സിദ്ദിഖ്, ഷാജഹാൻ മഠത്തിൽ, ടോണി തോമസ്, നിജിനി ഷംസുദ്ദീൻ, ഷിനോജ് ജേക്കബ്, ശരത് ഒറ്റപ്ലാക്കൽ, സണ്ണി തുരുത്തിപ്പള്ളി, ഡൊമിന സജി, KN രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു.